നമസ്കാരം. മലമ്പുഴ ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്തോഷ്, കാർപ്പൻറ്റർ ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ടോപ്പിക് ബേസിക് ഷീറ്റ് മെറ്റൽ വർക്ക്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആണ് ഷീറ്റ് മെറ്റലിനെ കുറിച്ച് പഠിക്കുന്നത്. ആദ്യം ഇൻട്രൊഡക്ഷൻ. ഷീറ്റ് മെറ്റൽ വർക്ക് has a great importance in both small and large scale industries, as various useful things such as big tank, aeroplanes, ships, steel furniture are manufactured using the metal sheets. A metal sheet shop uses metal sheet only, hence it is known as sheet metal shop. Various type of operation such as bending of metal sheet, cutting, joining and riveting etc. as performed on metal sheet. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഷീറ്റ് മെറ്റൽ വർക്ക് എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ വ്യവസായ മേഖലയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് ഷീറ്റ് മെറ്റൽ വർക്ക്, അല്ലെങ്കിൽ ഷീറ്റ് കൊണ്ടുള്ള പ്രത്യേകതരമുള്ള വർക്കുകളാണ് ഇമ്പോർട്ടൻ്റ്. അതിലെന്തൊക്കെ ഉണ്ടാക്കുന്ന നോക്കാം. ബിഗ് ടാങ്ക്, വലിയ ടാങ്കുകൾ, എറോപ്ലെയിൻസ്, ഷിപ്പ്, സ്റ്റീൽ ഫർണിച്ചർ, സ്റ്റീൽ കൊണ്ടുള്ള പലതരത്തിലുള്ള ഫർണിച്ചറുകൾ. അതെന്തതിൻ്റെ പ്രത്യേകത? എല്ലാം ഷീറ്റുകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. അതാണ് ഈ ഷീറ്റ് മെറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈ സ്മോൾ സ്കെയിലായാലും വേണ്ടി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിലായാലും വേണ്ടി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്, ഷീറ്റ് മെറ്റലിൻ്റെ ഇമ്പോർട്ടൻറ്റ്, ഷീറ്റ് വെച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. പിന്നെ പറയുന്നത് ഷീറ്റ് മെറ്റൽ, ഷീറ്റ് കൊണ്ട് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഷീറ്റ് മെറ്റൽ വർക്ക്ഷോപ്പ് എന്നും കൂടി പറയുന്നത്, ഷീറ്റ് മെറ്റൽ ഷോപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെ നോക്കാം. ബെൻഡിങ് ഓഫ് ഷീറ്റ് മെറ്റൽ, ഷീറ്റ് ബെൻഡ് ചെയ്യുന്നു, പലതരത്തിലുള്ള ബെൻഡിങ്ങുകൾ നടത്തുന്നു, പല രീതിയിലുള്ള കട്ടിങ്ങൾ, ജോയിൻറ്റുകൾ, അതേപോലെ തന്നെ റിവിറ്റിംഗ്, ജോയിനിങ് ആൻഡ് റിവിറ്റിംഗ്, പലതരത്തിലുള്ള ജോയിൻറ്റിങ് റിവിറ്റിങ്ങും ഉൾപ്പെടെ നടക്കുന്ന ഈ പെർഫോമൻസ് ഈ ഷീറ്റിലാണ് നടത്തുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി സേഫ്റ്റി പ്രിക്കോഷൻ ഷീറ്റ് മെറ്റൽ ഷോപ്പ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഷീറ്റ് മെറ്റൽ ഷോപ്പിലുള്ള ഇമ്പോർട്ടൻ്റ്. ഡു നോട്ട് എൻ്റർ ബെയർ ഫുട്ട് ഇൻ എ ഷീറ്റ് മെറ്റൽ ഷോപ്പ്. സാധാരണ നമ്മൾ ഷൂ, സേഫ്റ്റി ഷൂ, അതുപോലുള്ള സേഫ്റ്റി മെറ്റീരിയൽസ് അല്ലെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷൻ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിച്ച് അത് വേണ്ട രീതിയിൽ തന്നെ നമ്മളത് ഡ്രസ്സ് വെയർ ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ മാത്രം, അല്ലെങ്കിൽ ഷൂ പോലുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാതെ ഇതുപോലെ വർക്ക്ഷോപ്പുകളിൽ നമ്മൾ ജോലിയിൽ പ്രവേശിക്കാൻ പാടുന്നതല്ല. റിമൂവ് ദി ബേഴ്സ് ഫ്രം ദി എഡ്ജ് ആഫ്റ്റർ കട്ടിങ് എ മെറ്റൽ ഷീറ്റ്. നമ്മൾ കട്ട് ചെയ്യുന്നതോടെ തന്നെ ഇതിൻ്റെ ബെറുകൾ താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിത് ഓരോ ഷീറ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് അപ്പോൾ റിമൂവ് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ ബെറ് അല്ലെങ്കിൽ കട്ടിങ് ചിപ്പുകൾ താഴെ വീണ് നമുക്കതിൻ്റെ മുകളിൽ നിൽക്കേണ്ട ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴാണ് സേഫ്റ്റി പ്രിക്കോഷനെ തന്നെ ബാധിക്കുക. ഡു നോട്ട് യൂസ് എ ലൂസ് ഹാൻഡിൽ ഹാമർ ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. പിന്നെ നമ്മൾ ഹാൻഡിൽ, ലൂസായിട്ടുള്ള ഹാമർ ഹാൻഡിൽ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഡു നോട്ട് റബ്ബ് ഹാൻഡ് ഓവർ ദി മെറ്റൽ ഷീറ്റ് ആഫ്റ്റർ കട്ടിങ് ഇറ്റ് വിത്ത് എ സ്നിപ്പിംഗ് ടൂൾ. സ്നിപ്പിംഗ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഷീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ തന്നെ കൈ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വിരൽ ഉപയോഗിച്ച് നമ്മൾ റബ്ബ് ചെയ്യരുത്. കാരണം അതിൻ്റെ ബെറുകളെല്ലാം പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റ് കട്ടിങ് നടക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ബെറുകളെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കൈകളെല്ലാം ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നെവർ യൂസ് എ സ്നിപ്പ് വിത്തൗട്ട് ബെൻഡ് ഹാൻഡിൽ. ഇതിന് പ്രോപ്പറായിട്ടുള്ള സ്നിപ്പുകൾ ഉപയോഗിക്കണം. ബെൻഡ് ടൈപ്പുള്ള ഹാൻഡിലുള്ള സ്നിപ്പുകളാണ് സാധാരണ ഇത്തരത്തിൽ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ കട്ടിങ് പർപ്പസ്, അല്ലെങ്കിൽ കട്ടിങ് എഡ്ജ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ടൂൾ സ്നിപ്സുകളൊന്നും ഉപയോഗിക്കരുത്. നെവർ ബെൻഡ് ഓർ സ്ട്രൈറ്റൻ എ മെറ്റൽ ഷീറ്റ് വിത്ത് വെയർ ഹാൻഡിൽ. ഹാൻഡ്സ് നമ്മൾ സാധാരണ ഈ ഷീറ്റുകളെല്ലാം ചിലപ്പോൾ റോളിങ് ഷീറ്റ് ആകുമ്പോൾ കട്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ എപ്പോഴും സ്ട്രൈറ്റൻ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ്
പീസുകൾ വെച്ച് മുകളിൽ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം നല്ല ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് ബെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് ബെൻഡ് ചെയ്യാനോ പാടില്ല. അല്ലാതെ കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ബെൻഡ് ചെയ്യാനോ അത് സ്ട്രൈറ്റൻ ചെയ്യാനോ നമ്മൾ ശ്രമിക്കരുത്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇത് ഹോൾഡ് ദി ഫോൾഡിങ് ബാറുകൾ പ്രോപ്പർലി ആൻഡ് ടൈറ്റ്ലി ഇൻ വൈസ് വൈൽ ഫോൾഡിങ് എ മെറ്റൽ ഷീറ്റ്. ഒരു മെറ്റൽ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ടുള്ള ഫോൾഡിങ് ബാർ ഉപയോഗിച്ചിട്ട് വേണം അത് വൈസിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബെൻഡിങ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ടൂളില്ലാതെ വർക്ക് ചെയ്യാൻ പാടില്ല ഷീറ്റ് മെറ്റൽ. ഇറ്റ് ഈസ് നെസസറി ടു യൂസ് എ ഫ്ലെക്സ് വൈൽ സോൾഡറിങ്. പിന്നെ സോൾഡറിങ് സമയത്ത് നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫ്ലെക്സ് കൂടി യൂസ് ചെയ്യണം. യൂസ് പ്രോപ്പർ ടൂൾസ് അറ്റ് പ്രോപ്പർ പ്ലേസ്. അതിൻ്റെ ഓരോ പാർട്ടുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന വർക്കിനെ പ്രോപ്പർ ടൂൾ ഉപയോഗിച്ചിട്ട് വേണം, അതാത് സ്ഥലങ്ങളിൽ പ്രോപ്പർ ടൂൾസ് വെച്ചിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ഓൾവേസ് യൂസ് ഷാർപ്പ് എഡ്ജ്ഡ് കട്ടിംഗ് ടൂൾ. ഷാർപ്പായിട്ടുള്ള കട്ടിംഗ് ടൂൾസുകൾ യൂസ് ചെയ്യണം. യൂസ് ടൂൾ അക്കോർഡിംഗ് ടു ദി കൈൻഡ്സ് ഓഫ് ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്. ഓരോ ടൂൾസും അതിൻ്റെതായ രീതിയിൽ രീതിയിൽ എവിടെയൊക്കെ ഉപയോഗിക്കണം, അത് പ്രോപ്പറായിട്ടുള്ള ടൂൾസുകൾ മാത്രം, നല്ല രീതിയിലുള്ള ഷാർപ്പായിട്ടുള്ള ടൂൾസുകളും ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഷീറ്റ് മെറ്റൽ വർക്ക് ചെയ്യാൻ വേണ്ടി. അതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. മെറ്റൽ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. അതിലാദ്യം ഉപയോഗിക്കുന്ന ഷീറ്റ് ബ്ലാക്ക് അയൺ ഷീറ്റാണ്. ഇറ്റ് ഈസ് an uncoated sheet, iron rolled to the desired thickness. It is cheapest and are used to make article to be printed. സാധാരണ ഇത് അൺകോട്ടഡ് ഷീറ്റാണ്. ഇതിൻ്റെ മുകളിൽ പ്രത്യേകതരം കോട്ടിങ്ങും ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള റോൾഡ് അയൺ ഷീറ്റാണിത്. അതിനെ ബ്ലാക്ക് അയൺ ഷീറ്റ് എന്നാണ്. ഇതിൻ്റെ ഡിസൈഡ് ആവശ്യത്തിലുള്ള തിക്നെസ് പല രീതിയിലുള്ള തിക്നെസ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. വളരെ ചീപ്പസ്റ്റാണ് ഈ സാധനം, ഈ ഷീറ്റ് എന്ന് പറയുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിളിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഷീറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ബ്ലാക്ക് അയൺ ഷീറ്റാണ്. അടുത്ത GI ഷീറ്റാണ്. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റാണ് അടുത്തത്. ഇറ്റ് ഈസ് സിങ്ക് കോട്ടഡ് അയൺ ഷീറ്റ്, പ്രോപ്പർലി നോൺ ആസ് GI ഷീറ്റ്. ഇത് സിങ്ക് കോട്ടഡ് ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ GI ഷീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്. സിങ്ക് കോട്ടഡ് റെസ്റ്റാണ്. ഇംപ്രൂവ് ദി അപ്പിയറൻസ്. ഇത് സിങ്ക് കോട്ടഡ് ആയതുകൊണ്ട് റെസ്റ്റ് തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇംപ്രൂവൻസ് അല്ലെങ്കിൽ അപ്പിയറൻസ് വളരെ ഭംഗിയായിട്ടുള്ളൊരു അപ്പിയറൻസ് കൂടി ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത കോപ്പർ ഷീറ്റാണ്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെറ്റൽ ആൻഡ് റെസിസ്റ്റ് ടു കൊറോഷൻ. ഇത് തുരുമ്പിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നതും കൊണ്ട് ഇത് വളരെ കോസ്റ്റ്ലിയാണ്. ജനറലി കോൾഡ് റോൾഡ് ആൻഡ് ഹോട്ട് റോൾഡ് ഷീറ്റ് ആർ അവൈലബിൾ. പല രീതിയിലുള്ള ഷീറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്ത് അലുമിനിയം ഷീറ്റ്. അലുമിനിയം ഷീറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇൻ പ്യുവർ ഫോം. ഇതൊരു അലുമിനിയം പ്യുവർ ഫോമിൽ ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് അലോയ്കളോട് ചേർന്നിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് കോപ്പർ, അയൺ എക്സെട്ര. കോപ്പർ, അയൺ ഇതിൻ്റെ എല്ലാം കൂടി ഉള്ള ഒരു ഇതെല്ലാം കൂടി ഒരു മിക്സായിട്ടാണ് ഈ അലുമിനിയം ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ലൈറ്റ് ഇൻ വെയ്റ്റ്. ഇതൊരു വെയ്റ്റ് കുറഞ്ഞിട്ടുള്ളൊരു ഷീറ്റും കൂടിയാണ്. അടുത്ത ടിൻ ഷീറ്റാണ്. ടിൻ പ്ലേറ്റ് ഈസ് അയൺ ഷീറ്റ് കോട്ടഡ് വിത്ത് ടിൻ ടു പ്രൊട്ടക്റ്റ് ഫ്രം റസ്റ്റ്. ഇത് ഈ ഷീറ്റിൻ്റെ മുകളിൽ ടിന്നാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടിന്നിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. റസ്റ്റ് തുരുമ്പ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുകളിലൊരു ടിൻ കോട്ടിങ് കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇത് റെസിസ്റ്റ് ചെയ്യും, തുരുമ്പിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡൊമസ്റ്റിക് യൂസ് ഐറ്റം, ഹൗസ് റൂഫ്, ഫർണസ് ഫിറ്റിങ്സ് എക്സെട്ര. ഇത് സാധാരണ ഡൊമസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ഐറ്റവും ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളുടെ റൂഫിനുള്ള ഷീറ്റുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് ഫർണസ് ഫിറ്റിങ്സ്, ഫർണസുകളെല്ലാം ഫിക്സ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ടിൻ ഷീറ്റ് യൂസ് ചെയ്യുന്നത്.
അടുത്ത ഷീറ്റ് മെറ്റൽ ടൂൾസുകളാണ് നമുക്ക് നോക്കുന്നത്. ദ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ഷോപ്പ് ആർ ഫോളോസ്. ആദ്യത്തെ ഏതൊക്കെ നോക്കാം. മെഷറിംഗ് ടൂൾസാണ്, മാർക്കിംഗ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ്, സ്ട്രൈക്കിംഗ് ടൂൾസ്, ബെൻഡിങ് ടൂൾസ്, ഹോളോയിങ് ടൂൾസ്, റിവിറ്റിംഗ് ടൂൾസ്, സീമിംഗ് ടൂൾസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ആദ്യത്തെ മെഷറിംഗ് ടൂൾസാണ്. മെഷറിംഗ് ടൂൾസിൽ ആദ്യം സ്റ്റീൽ റോളാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രൊഡക്ഷനാണ്. സ്റ്റീൽ റോൾ ക്യാൻ മെഷർ അപ് ടു ആൻ അക്യുറസി ഓഫ് 1/2 mm to 1/64 inch. ഇത് 1/2 mm, ഇതിൻ്റെ ഏറ്റവും അക്യുറസി എന്ന് പറയുന്നത് 0.5 mm അല്ലെങ്കിൽ 1/2 mm വരെ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള അക്യുറസി ചെക്ക് ചെയ്യാം. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.5 mm അല്ലെങ്കിൽ 1/2 mm ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ 6 inch, 12 inch ആൻഡ് 24 inch. 6 inch, 12 inch, 24 inch. 1/2 അടി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന. 6 inch, 1 അടി, 2 അടി എന്നുള്ള സൈസ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലെങ്ത്ത്. മെഷർ ചെയ്യുന്നതിന് ലെങ്ത്ത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റീൽ റൂള് ഇവിടെ ഷീറ്റ് മെറ്റൽ യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ ടാപ്പ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലാർജ് സൈസ്ഡ് മെറ്റൽ ഷീറ്റ്. ലാർജായിട്ടുള്ള ലെങ്ത്ത് കൂടിയുള്ള ഷീറ്റുകളെല്ലാം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റീൽ ടാപ്പ് യൂസ് ചെയ്യുന്നത്. സ്റ്റീൽ റൂളാകുമ്പോൾ 2 feet വരെ മാക്സിമം നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. ഇതുപോലെ സ്റ്റീൽ ടാപ്പ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ ലെങ്ത്ത് എല്ലാം മെഷർ ചെയ്യാൻ കഴിയും. ദി ടേപ്പ് മെഷർ ഇൻ ലെങ്ത്ത് അപ് ടു 3 meter, 3 meter അല്ലെങ്കിൽ 10 feet വരെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഇറ്റ് റോൾഡ് ഇൻ എ ഹോൾഡർ. ഇതൊരു എല്ലാം റോൾ ചെയ്തിട്ടൊരു ഹോൾഡറിനകത്തായിരിക്കും ഈ സ്റ്റീൽ ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സ്റ്റീൽ സ്ക്വയർ. എ സ്റ്റീൽ സ്ക്വയർ ഈസ് സിമിലർ ടു ട്രൈ സ്ക്വയർ. ട്രൈ സ്ക്വയറിനായിട്ട് സാമ്യമുള്ളതാണ് ഈ സ്റ്റീൽ സ്ക്വയർ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ആംസ് ഓഫ് സ്റ്റീൽ സ്ക്വയർ ഈസ് ലാർജ് വൈൽ ടങ് relatively shorter. A large arms is known as blade and a small one is known as tongue. The corner of steel square is known as heel. ഇതിന് കാർപ്പൻറ്റർ ട്രേഡിൽ ട്രൈ സ്ക്വയർ ആയിട്ടാണ് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അതിന് സിമിലറായിട്ടാണ് ഈ സ്റ്റീൽ സ്ക്വയർ. പിന്നെ ഒരു ആംസും അതുപോലെ തന്നെ ഒരു ടങ്ങാണ് ഉള്ളത്. ഇതിൻ്റെ ആംസ് പറയുന്നത് ബ്ലേഡ് ഓർ ബോഡി എന്നാണ് പറയുന്നത്. ഈ ലെങ്ത്ത് കൂടിയ ഭാഗത്തിനാണ് നമ്മൾ ബോഡി ഓർ ബ്ലേഡ് എന്ന് പറയുന്നത്. ലെങ്ത്ത് കുറഞ്ഞ ഭാഗത്തിന് ടങ് എന്നാണ് പറയുന്നത്. വയർ ഗേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി തിക്നെസ് ഓഫ് ഷീറ്റ്. ഷീറ്റുകളുടെ തിക്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷറിംഗ് ഗേജ് യൂസ് ചെയ്യുന്നത്. അതായത് വയർ ഗേജ്, സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്നൊക്കെ പറയും. എ വയർ ഗേജ് ഹാസ് എ കട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ്. കുറേ ഡിഫറെൻറ്റ് സൈസുള്ള കട്ടുകളെല്ലാം അതിൽ കാണാം. ദിസ് സ്ലോട്ട് ആർ മാർക്ക്ഡ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് സൈസ്. സൈസുകളെല്ലാം ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഓരോ സ്ലോട്ടിലും പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് സൈസ് ഈസ് നമ്പർ ബിറ്റ്വീൻ 0 and 40. 0 മുതൽ 40 വരെയുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദി ഹയർ നമ്പേഴ്സ് ഡിനോട്ടഡ് സ്മോൾ സൈസ്. കൂടിയ നമ്പറെല്ലാം വളരെ കുറഞ്ഞ സൈസ് ആയിരിക്കും. വൈൽ ദി ലോവർ നമ്പേഴ്സ് ഡിനോട്ടഡ് ബിഗ്ഗർ സൈസ്. എന്നിട്ട് ലോവർ ഏറ്റവും കുറഞ്ഞിട്ടുള്ള സൈസിൽ നിന്ന് വളരെ ബിഗ് സൈസ് ആയിരിക്കും. അതാണ് ഈ വയർ ഗേജിൻ്റെ ഒരു പ്രത്യേകത. ഷീറ്റിൻ്റെ തിക്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയർ ഗേജ് യൂസ് ചെയ്യുന്നത്. അടുത്ത മാർക്കിംഗ് ടൂളിൽ പെട്ടാണ് സ്ക്രൈബറാണ്. A scriber is used to draw lines on the surface of the sheet. ഷീറ്റിൽ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റീൽ സ്ക്രൈബർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ. ഇത് ഹാർഡൻഡ് സ്റ്റീലായിരിക്കും. അതേപോലെ ദി പോയിൻ്റ് ഓഫ് ദി സ്ക്രൈബർ ഈസ് ഗ്രൈൻഡഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 degree to 20 degree. 15 degree മുതൽ 20 degree വരെ ആംഗിളിലായിരിക്കും ഇതിൻ്റെ സ്ക്രൈബിംഗ് പോയിൻ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് ഹാർഡൻ ആൻഡ് ടെമ്പേർഡ്. ഇത് ഹാർഡനും ടെമ്പേർഡും ആയിരിക്കും ഈ മാർക്കിംഗ് ടൂൾ, അതായത് സ്ക്രൈബർ എന്ന് പറയുന്നത്. ഇതൊരു എൻഡ് ബെൻഡാണ്, ഒരു എൻഡ് സ്ട്രെയിറ്റും ആണ്. അടുത്ത ഡിവൈഡറാണ്. എ ഡിവൈഡർ ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ്
ആർക്ക് ഓർ സർക്കിൾ ഓൺ മെറ്റൽ ഷീറ്റ്. മെറ്റൽ ഷീറ്റിൽ ആർക്കും അതേപോലെ സർക്കിളോ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിവൈഡർ യൂസ് ചെയ്യുന്നത്. എ സർക്കിൾ ഓർ ആർക്ക് ഓഫ് റേഡിയസ് മെഷറിംഗ് 200 mm can be drawn with the help of divider. ഈ മെഷർ ചെയ്യാനും അതായത് 200 mm വരെയുള്ള ആർക്കോ അല്ലെങ്കിൽ സർക്കിളോ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഡിവൈഡറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് മെഷർ ചെയ്യാനും അതോടൊപ്പം മാർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ടൂളാണ് ഡിവൈഡർ എന്ന് പറയുന്നത്. ഡിവൈഡർ ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് എ സ്ട്രൈറ്റ് ലൈൻ ഇൻ ടു ഈക്വൽ പാർട്ട്. ഇപ്പോൾ നമ്മൾ ലൈൻസിനൊക്കെ സ്ട്രൈറ്റ് ലൈനിനൊക്കെ നമുക്ക് ഈക്വൽ പാർട്ടാക്കിയിട്ട് കുറേ പാർട്ടുകളായിട്ട് മാറ്റാം, ഈക്വൽ പാർട്ടാക്കിയിട്ട് മെഷർ ചെയ്യാനടക്കം ഇത് കഴിയും. ദീസ് ആർ 2 ടൈപ്സ് ഓഫ് ഡിവൈഡർ. 2 ടൈപ്പിലെ ഡിവൈഡറുകളിൽ ഫേം ടോപ്പ് ജോയിൻറ്റും വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈപ്പും വരുന്നുണ്ട്. അടുത്ത കോമ്പോസ് ആണ്. കോമ്പോസ് ഇസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് സർക്കിൾ ഓർ ആർക്ക് ഓൺ എ മെറ്റൽ ഷീറ്റ്. ആർക്കും അതേപോലെ തന്നെ സർക്കിളും വരയ്ക്കുന്നതിന് അല്ലെങ്കിൽ മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ കോമ്പോസ് യൂസ് ചെയ്യാറ്. ദേ ആർ ഓഫ് ദി ഫോളോയിങ് ടൈപ്സ്. കുറേ ടൈപ്പുകളുണ്ട്. ഓർഡിനറി കോമ്പോസ് ഉണ്ട്, സ്പ്രിംഗ് ടൈപ്പ് കോമ്പോസ്, അതേപോലെ തന്നെ വിങ് കോമ്പസ്. അതിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റത്തെ സ്പ്രിംഗ് കോമ്പസ് ആണ്. അതേപോലെ തന്നെ അടുത്ത് കാണിച്ചിരിക്കുന്നത് വിങ് കോമ്പസ് ആണ്. അടുത്ത ട്രാമൽ പോയിൻ്റ് ആണ്. ട്രാമൽ പോയിൻ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് സർക്കിൾ ഓർ ബിഗ് സൈസ്. ലാർജായിട്ടുള്ള ഡ്രോയിങ് വരയ്ക്കാൻ, സർക്കിളെല്ലാം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാമൽ പോയിൻ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രോയിങ് സർക്കിൾ ഹാവ് എ റേഡിയസ് ഓഫ് 72 ഇഞ്ച് ഓർ 6 feet. 6 അടി വരെ ഇതിൻ്റെ സർക്കിള് വരയ്ക്കാൻ നമുക്ക് ഇതുപോലുള്ള ട്രാമൽ പോയിൻ്റ് ഉപയോഗിച്ച് നമുക്ക് കഴിയും. സ്ട്രാച്ച് ആളാണ് സ്ട്രാച്ച് ആൾ. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഡീപ്പ് ലൈൻ ഓൺ ദി മെറ്റൽ ഷീറ്റ്. മെറ്റൽ ഷീറ്റിൽ ഡീപ്പായിട്ടുള്ള ലൈൻസ് വരയ്ക്കുന്നുണ്ട്. സാധാരണ സ്ക്രൈബർ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഒരു തിന്നായിട്ടുള്ള ലൈൻ മാത്രം. ഇത് ഡീപ്പായിട്ടുള്ള ലൈൻസ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രാച്ച് ആൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ വുഡൻ ഹാൻഡിൽ. ഒരു വുഡൻ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നത് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ അപ്ലൈയിങ് പ്രഷർ. ഇത് നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. The point of a stretch awl is also grounded at an angle 15 to 20 degree. ഇതിൻ്റെ ഷാർപ്പ് പോയിൻ്റ് അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 15 മുതൽ 20 ഡിഗ്രി വരെ ആയിരിക്കും അതിൻ്റെ ആംഗിൾ. മാർക്കിംഗ് പഞ്ച്. എ മാർക്കിംഗ് പഞ്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് ദി പെർമനൻറ്റ് ലൈൻസ് ദാറ്റ് ആർ ഡ്രോൺ ഓൺ ദി മെറ്റൽ ഷീറ്റ് പെർമനൻറ്റ് ആയിട്ടുള്ള മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കിംഗ് പഞ്ച് യൂസ് ചെയ്യുന്നത് ഷീറ്റിൻ്റെ മുകളിൽ കേട്ടോ. അതിൽ 3 ടൈപ്പ് ഉണ്ട്. ദീസ് ആർ ഓഫ് 3 ടൈപ്സ്: പ്രിക് പഞ്ച്, ഡോട്ട് പഞ്ച്, സെൻറ്റർ പഞ്ച്. ഓൾ ഓഫ് ദീസ് ആർ മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് ആർ ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. ഇത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹാർഡൻഡും ആൻഡ് ടെമ്പേർഡും ആയിരിക്കും. ദി പോയിൻ്റ് ഓഫ് ദിസ് പഞ്ച് ആർ ഗ്രൈൻഡഡ് അറ്റ് എ ഡിഫറെൻറ്റ് ആംഗിൾ. ഇതിൻ്റെ മൂന്ന് തരത്തിലുള്ള ആംഗിളായിരിക്കും ഈ പഞ്ചുകളുടെ വ്യത്യാസം നോക്കാം. ആംഗിൾ ഓഫ് പ്രിക് പഞ്ചാണ് ഫസ്റ്റത്തെ. 30 ഡിഗ്രിയാണ് ഈ പ്രിക് പഞ്ചിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. ഗ്രൈൻഡിങ് ആംഗിൾ എന്ന് പറയുന്നത് പ്രിക് പഞ്ചിൻ്റെ 30 ഡിഗ്രി. മേക്കിംഗ് ലൈറ്റ് പഞ്ച് മാർക്ക് നീഡഡ് ടു പൊസിഷൻ ഡിവൈഡർ ആൻഡ് ട്രാമൽ പോയിൻ്റ്. ഈ പഞ്ച് മാർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡിവൈഡറും അതേപോലെ തന്നെ ട്രാമൽ പോയിൻറ്റും ഇൻ പൊസിഷൻ, കറക്റ്റ് പൊസിഷനിൽ നിർത്തിയത് കൊണ്ട് വരയ്ക്കാനൊക്കെ, നമ്മൾ ഷീറ്റിൻ്റെ മുകളിൽ വരയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ട്രാമൽ പോയിൻ്റ് അതുപോലെ തന്നെ ഡിവൈഡർ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഈ പ്രിക് പഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിൽ വെച്ചിട്ടാണ് നമ്മളിത് ഓപ്പറേഷൻ നടത്തുന്നത്. ആംഗിൾ ഓഫ് ഡോട്ട് പഞ്ച് 60 ഡിഗ്രി, 60 ഡിഗ്രിയാണ്. ഇത് വിറ്റ്നസ് മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് പഞ്ച് യൂസ് ചെയ്യുന്നത്. അടുത്ത് ആംഗിൾ ഓഫ് സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. വൈഡ് ആൻഡ് നോട്ട് വെരി ഡീപ്പ്. വൈഡുമാണ് പക്ഷേ ഡീപ്പ് വളരെ കുറവായിട്ടുള്ള മാർക്കിംഗ് ആണ് വരുന്നത്. ലൊക്കേറ്റിംഗ് ഹോൾസ് ലൊക്കേറ്റ് ചെയ്യുക. ഗുഡ് സീറ്റിംഗ് ഫോർ സ്റ്റാർട്ടിങ് ദി ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് ഡ്രിൽ ബിറ്റ്
ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റർ പഞ്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ 90 ഡിഗ്രി പഞ്ച് ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പഞ്ച് ചെയ്യുന്നത്. ഡോട്ട് പഞ്ച് ഈസ് 100 mm ലെങ്ത് ആൻഡ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് 10 mm. Prick punch and center punch are 100 mm long and point is made in 7 mm diameter and 2.5 mm diameter. ഇതിൻ്റെ ലെങ്ത്തും ഡയമീറ്ററുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിക്ക് പഞ്ചിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയും ഡോട്ട് പഞ്ചിൻ്റെ 60 ഡിഗ്രിയും സെൻറ്റർ പഞ്ചിൻ്റെ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് അതിനെ PDC എന്ന് നമുക്ക് ഓർമ്മിക്കാം. PDC പ്രിക്ക് പഞ്ച്, ഡോട്ട് പഞ്ച്, സെൻറ്റർ പഞ്ച്. അപ്പോൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി അങ്ങനെയൊക്കെ വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. അടുത്ത കട്ടിംഗ് ടൂൾസാണ് നോക്കുന്നത്. സ്നിപ്സാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സിസർ. ഇതൊരു സിസർ ടൈപ്പാണ്, കത്രികയുടെ ഷേപ്പാണ്. ആൻഡ് ഈസ് യൂസ്ഡ് ടു കട്ട് ദ തിൻ മെറ്റൽ ഷീറ്റ്. തിന്നായിട്ടുള്ള മെറ്റൽ ഷീറ്റെല്ലാം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്നിപ്സ് യൂസ് ചെയ്യുന്നത്. ഷീറ്റ് മെറ്റൽ ഷോപ്പിൽ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് സ്നിപ്സ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ. ഇതൊരു ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കട്ടിംഗ് എഡ്ജ് ഓഫ് സ്നിപ്സ് ഈസ് ഗ്രൈൻഡഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 80 ഡിഗ്രി. 80 ഡിഗ്രി ആംഗിളാണ് ഈ സ്നിപ്സിൻ്റെ കട്ടിംഗ് ആംഗിൾ ഉണ്ടാവുക. അടുത്ത് സ്ട്രെയിറ്റ് സ്നിപ്സ്. This type of snips is used for cutting straight line. സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രെയിറ്റ് സ്നിപ്സ് യൂസ് ചെയ്യുന്നത്. ഓർ കട്ടിങ് ദി ഔട്ടർ കർവ്സ് ഓഫ് എ ബിഗ് റേഡിയസ്. വളരെ ബിഗ്ഗായിട്ടുള്ള റേഡിയസുകളെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സ്ട്രെയിറ്റ് സ്നിപ്സ് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കട്ടിങ്ങിനും അല്ലെങ്കിൽ കർവ് കട്ട് ചെയ്യുന്നതിനൊക്കെ ബിഗ്ഗായിട്ടുള്ള റേഡിയസുള്ള കർവ് കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് സ്നിപ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത് ബെൻഡ് സ്നിപ്സ്. ദി കട്ടിംഗ് എഡ്ജ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് സ്നിപ്സ് ഈസ് കർവ്ഡ്. ദെർഫോർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഷീറ്റ് ഇൻ സ്മോൾ റേഡിയസ്. നമ്മൾ സ്മോൾ ആയിട്ടുള്ള റേഡിയസുകളെല്ലാം കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കർവായിട്ടുള്ള റേഡിയസ് എല്ലാം കർവഡ് ഏരിയ കട്ട് ചെയ്യുന്നതിന് വേണ്ടി, സ്മോൾ ആയിട്ടുള്ള റേഡിയസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബെൻഡ്. അടുത്ത് ഷിയറാണ്. എ ബിഗ് സൈസ് സ്നിപ്സാണ് ഈസ് നോൺ ആസ് ഷിയർ. ഇത് വലിയൊരു സൈസ് സ്നിപ്സാണ് ഇതിൻ്റെ ഷിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിഗ്ഗർ ഇൻ സൈസ് ഇൻ കമ്പാരിസൺ ടു സ്നിപ്സ്. സ്നിപ്സായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബിഗ്ഗായിട്ടുള്ളൊരു സാധനമാണ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് തിക്ക് ഷീറ്റ് മെറ്റൽ. അല്ലെങ്കിൽ തിക്കായിട്ടുള്ള മെറ്റൽ ഷീറ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷിയർ യൂസ് ചെയ്യുന്നത്. ദി കട്ടിംഗ് എഡ്ജ് ഓഫ് ഷിയർ ഈസ് ഗ്രൈൻഡഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 87 ഡിഗ്രി. ഇത് 87 ഡിഗ്രി ഗ്രൈൻഡിങ് ആംഗിളിലാണ് ഗ്രൈൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. അതാണ് ഷിയറിൻ്റെ. ബെഞ്ച് ഷിയേഴ്സ്. ദിസ് ടൈപ്പ് ഓഫ് ഷിയർ ഈസ് ഫിറ്റഡ് ഓവർ എ വർക്ക് ബെഞ്ച് വിത്ത് ദി ഹെൽപ്പ് ഓഫ് നട്ട് ആൻഡ് ബോൾട്ട്. ഇതൊരു വർക്ക് ബെഞ്ചിന് മുകളിലാണ് ഈ ബെഞ്ച് ഷിയർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക, ഹെൽപ്പ് ഓഫ് നട്ട് ആൻഡ് ബോൾട്ട്. ഇറ്റ് ഹാസ് എ 2 ബ്ലേഡ്. ഇതിന് 2 ബ്ലേഡ് ഉണ്ടാവും. വൺ ഓഫ് ദി ബ്ലേഡ് ഈസ് ഫിറ്റഡ് വിത്ത് ദി ബേസ് വൈൽ ദി അതർ ബ്ലേഡ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദി അപ്പർ പാർട്ട്. ഒന്ന് അപ്പർ മോൾ പാർട്ടും ഒന്ന് താഴ്ഭാഗത്താണ്. ദി പാർട്ട് ഹാസ് എ ഹാൻഡിൽ വിച്ച് ഈസ് നോൺ ആസ് ഷിയർ. ലിവറാണ്, നോൺ ആസ് ലിവർ ഷിയർ. ഇതിന് ഒരു ലിവർ കാണുന്നുണ്ട്, മുകളിലും താഴെയായിട്ട് ഒരു ബ്ലേഡും കാണുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ്, ഇതൊരു വർക്ക് ബെഞ്ചിൻ്റെ മുകളിൽ നട്ടിൻ്റെ ബോൾട്ടിൻ്റെ സഹായത്തോടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഹെവി മിഷനാണ്. സ്നിപ്സ് കൊണ്ട് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റാത്ത തിക്കായിട്ട് ഷീറ്റുകൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബെഞ്ച് ഷിയർ യൂസ് ചെയ്യുന്നത്. ദിസ് ഷിയർ ഈസ് capable ഓഫ് കട്ടിംഗ് 6 mm തിക്ക് മെറ്റൽ റോഡ് ഓർ ഷീറ്റ്. 6 mm തിക്നെസ്സുള്ള മെറ്റൽ റോഡോ അല്ലെങ്കിൽ ഷീറ്റുകളെല്ലാം ഈ ഷിയർ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ആവിയേഷൻ ഷിയറാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് കട്ടിംഗ്. ഇത് എല്ലാ തരം കട്ടിങ്ങുകൾക്കും ഉപയോഗിക്കുന്ന ആവിയേഷൻ ഷിയേഴ്സാണ്. ദീസ് ആർ മെയ്ഡ് വിത്ത് ലെഫ്റ്റ്, റൈറ്റ് ഓർ യൂണിവേഴ്സൽ കട്ടിംഗ് ബ്ലേഡ്. ഇത് സെറ്റായിട്ടാണ് വരുന്നത്. ഇത് ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള കട്ടിങ്ങിന് വരുന്ന യൂണിവേഴ്സൽ കട്ടിങ്ങിനും ഈ ബ്ലേഡ് ഉപയോഗിക്കുക. അതായത് എല്ലാ തരത്തിലുള്ള കട്ടിങ്ങിലും ഈ ആവിയേഷൻ ഷിയർ യൂസ് ചെയ്യുന്നു.
Huck build shears. It is used for inside cutting of intricate ആയിട്ടുള്ള വർക്കുകൾക്ക് വളരെ സൂക്ഷ്മമായിട്ട് ഇൻസൈഡ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹക്ക് ബിൽഡ് ഷിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ദിസ് നിപ്സ് ഹാവ് നാരോ കർവ്ഡ് ബ്ലേഡ്സ് ദാറ്റ് അലോ യു ടു മേക്ക് ഷാർപ്പ് ടേൺ വിത്തൗട്ട് ബെൻഡിങ് ദി മെറ്റൽ ഷീറ്റ് ബെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ നീറ്റായിട്ട് അല്ലെങ്കിൽ നന്നായിട്ടുള്ള നേരോ ആയിട്ടുള്ള കർവ്ഡ് കട്ട് ചെയ്യാൻ ഈ സ്നിപ്സ് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയും. താങ്ക് യു.